കമ്പനിക്കാരുണ്ട് തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ കോട്ടയ്ക്ക് വിട്ടാലോ എന്ന്. പെരുന്നാളിന്റെ ലീവല്ലേ? ഞാൻ പറഞ്ഞു എന്നാൽ ഒക്കെ രാവിലെ നമുക്ക് കോട്ടയ്ക്ക് വിടാം. ആ പോക്കാണ് ഇട്ടത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഫീലാട്ടോ. ഒരു നേച്ചറിന്റെ ഭംഗി പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പ്രകൃതി ഭംഗി വളരെ കൂടുതലുള്ള ഒരു അമ്പലട്ടോ കോട്ട. പിന്നെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം വളരെ ഇതാട്ടോ. ഈ വെടിക്കെട്ടിൽ പേര് കേട്ടൊരു ഇതാട്ടോ. ഞങ്ങളെ ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ വെടിക്കെട്ടിൽ ഭയങ്കര പേര് കേട്ടതാ. നമ്മളെ അവിടെ കോട്ടയന്റെ താഴെ തന്നെ കോട്ടക്കട് പറഞ്ഞ സ്ഥലത്ത് ആചാര്യ എന്നുള്ള ഓരോ ഇതാണ് വെടിക്കെട്ട് നടത്തല്. ഭയങ്കര കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടുത്തെ രാത്രിയുള്ള ഇത് താലപ്പൊലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഓടി ഫസ്റ്റ് എത്തുന്നവർക്ക് എന്തൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോലുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ മുകളിലേക്ക് ഇറങ്ങും. ഇന്ന് ഒരുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ മടി അടിച്ചെടുക്കുക. അപ്പോൾ ഇവ മാത്രമേ ഉള്ളൂ. ഇവന് ഞാനും കൂടി അങ്ങോട്ട് പോകുന്നത്. പിന്നെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നേരെ അങ്ങോട്ട് നടന്ന് അവിടെ പോയി മേൽക്കോട്ടയിലും പോയിട്ട്, മേൽക്കോട്ടയിലേക്കാണ് രസം. അങ്ങനെ നടന്ന് കണ്ടില്ല, ഈ കാണുമ്പോൾ തന്നെ പ്രത്യേക പ്രകൃതി ഭംഗി കേട്ടോ ഇവിടെ. അങ്ങനെ അത് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാഴ്ചകൾ നോക്കി. പിന്നെ എന്താ അവിടെ പ്രത്യേകത, കുരങ്ങന്മാരുണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കാണാനില്ല. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ റിട്ടേൺ അടിച്ചിട്ടോ കായലിൻ്റെ അരിക്ക് കൂടെ.